അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. ഞങ്ങൾ കേരളത്തിലേക്ക് പോവുകയാണ്. ഞാനും സൈഷേട്ടനും അബിയും. കുടുംബ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടും ഓണം ആഘോഷിക്കാൻ. അപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നിറയെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനി എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഓണത്തിന് എല്ലാവർക്കും കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ മേടിച്ചു, അതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ കേരളത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ ബൈക്കിൽ പോയപ്പോൾ റെയിൽവേ ഗേറ്റിന് അടുത്ത് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നത്. അവിടെ നല്ല വെയിലാണ്, നോക്ക്. അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലത്തൊരു തണലത്തോട്ട് ബൈക്ക് മാറ്റി ഇട്ടേക്കാണ്. അബിക്കുട്ടിന് പനിയാണ്. 1:30 ട്രെയിന്. അബിക്കുട്ടിന് കുറച്ച് കളിപ്പാട്ടങ്ങൾ മേടിക്കണം, ഒരു നിർബന്ധം കളിപ്പാട്ടം വേണമെന്ന്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 12 കാലമായതേ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് മോനിക്ക് കളിപ്പാട്ടം എല്ലാം മേടിച്ചിട്ട് 1:30 ട്രെയിനിലാണ് ഞാൻ പോകുന്നത്. മേടിച്ചത് ചോറുണ്ട്, പിന്നെ കറികൾ, അവിയൽ, പിന്നെ തോരനുണ്ട്, പിന്നെ ഒഴിച്ചുകറികളൊക്കെ ഉണ്ട്. മോരുണ്ട്, രസമുണ്ട്, സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്. മതി കോപ്രായം കാണിച്ചു. ചോറെല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ നമുക്കിനി 15 മിനിറ്റ് സമയമുണ്ട്. ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. അബി നല്ല കളിയാണ് ഇവിടെ നിന്നുണ്ട്. പിന്നെ ട്രെയിനിൽ നിന്ന് കഴിക്കുന്നത് കടല മേടിച്ചു, കിൻഡർ ജോയ് മേടിച്ചു, പിന്നെ ഒരു ലവ് ബിസ്ക്കറ്റ് മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തി. കോട്ടയം എക്സ്പ്രസ് ആണ്. എല്ലാ സ്റ്റോപ്പിൽ നടത്തുമ്പോൾ ശ്രമിക്കത്തില്ല, ഫാസ്റ്റ് ആണല്ലേ. അങ്ങനെ ഞങ്ങൾ പരൂരെത്തിയിരിക്കുകയാണ്. 2 ട്രെയിനുണ്ട് നമ്മൾ അങ്ങോട്ട് കൊല്ലത്തോട്ടുള്ള ട്രെയിനിന്. വീട്ടിലെത്തിയിരിക്കുന്നു. എല്ലാവരും കാത്തുകാത്തു. ഒന്നും കഴിയില്ല, കഴിപ്പില്ല. ഇതെൻ്റെ അച്ഛനാണ്. പിന്നെ കയ്യിലിരിക്കുന്നത് മൂത്ത അനിയൻ്റെ കുട്ടി ധോനിമോളാണ്. ഇത് ഇളയ അനിയൻ്റെ മോനാണ്. കുട്ടികൾക്കെല്ലാം ഞങ്ങൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ ഓണക്കോടി എല്ലാവർക്കും കൊടുത്തു. പിന്നെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവോ പിന്നെ ഞാൻ സൈഷേട്ടനും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോയി. ഉത്രാട ദിവസത്തിന് വൈകുന്നേരം പോയി ചായ കുടിച്ചു. അപ്പോൾ അപ്പോഴേക്കും അബിക്കുട്ടൊന്നും കഴിച്ചൊന്നുമില്ല. അബിക്കുട്ടൻ നല്ല പനിയായിരുന്നു. പിന്നെ അത് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. കുറച്ച് ഡ്രസ്സും എടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോന്നു. ലോലിപ്പോപ്പ് വേണോ മോനെ? ഡ്രസ്സ് മുഴുവൻ സെലക്ട് ചെയ്ത ചേച്ചിയായിരുന്നു കേട്ടോ. അബിക്കുട്ടന് വയ്യാത്തതുകൊണ്ട് ഞാനൊന്നിനും പോയില്ല. അങ്ങനെ എല്ലാവർക്കും കറങ്ങി ചുറ്റി നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം നോക്കൂ, ഇതേ മണി 12 ആകുമ്പോഴാണ്. ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരും നാളെ അത്തപ്പൂക്കളുണ്ടാകാനുള്ള പൂവൊക്കെ ഇറക്കുവാണ്.
അപ്പോൾ ശരി, ഉത്രാടം അവസാനിച്ചു, നാളെ തിരുവോണമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ല